ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടാലി പ്രൈമിൽ എങ്ങനെ ഇൻവെൻട്രി മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇൻവെൻട്രി മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 5 മാസ്റ്റേഴ്സാണ് നമ്മുടെ ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ളത്. സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് കാറ്റഗറീസ്, യൂണിറ്റ് ഓഫ് മെഷർ ആൻഡ് ഗോഡൗൺ. അപ്പോൾ ഈ 5 മാസ്റ്റേഴ്സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെൻട്രി ട്രാൻസാക്ഷൻസ് ചെയ്യുക. അപ്പോൾ ഈ ഓരോ മാസ്റ്റേഴ്സും നമുക്ക് ടാലി പ്രൈമിൽ പോയിട്ട് എന്താണെന്നുള്ളതും എങ്ങനെയാണ് മാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതും നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ടാലി പ്രൈം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മാക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയും ഇവിടെ ഓപ്പൺ ആണ്, കാണാമല്ലോ അല്ലേ. അപ്പോൾ മാക്സ് ലിമിറ്റഡ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കമ്പനി ക്രിയേഷൻ അതുപോലെ തന്നെ ലെഡ്ജർ ക്രിയേഷൻ ചെയ്തപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന കമ്പനിയാണ്. അപ്പോൾ അതിൽ തന്നെ ഞാനിത് ചെയ്യാൻ പോവുകയാണ്, ഫോളോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്തൊക്കെയാണ് മാസ്റ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 5 ഇൻവെൻറ്ററി മാസ്റ്റേഴ്സ് ആണ് പറഞ്ഞല്ലേ. അതിൽ ആദ്യം പറഞ്ഞിരുന്ന മാസ്റ്റർ എന്ന് പറയുന്നത് സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് അതായത് ഇൻവെൻറ്ററി, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്റ്റോക്ക് എന്നുള്ളതൊക്കെ അറിയാലോ. നമ്മൾ ട്രേഡിംഗ് പർപ്പസിനും മാനുഫാക്ചറിങ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എക്സാമ്പിളായിട്ട് നമുക്ക് ആ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, LG V30 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത മാസ്റ്റർ എന്താണെന്നുള്ളത് നോക്കാം. അടുത്ത മാസ്റ്റർ വരുന്നത് സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്ന മാസ്റ്ററാണ്. അപ്പോൾ ഇതിൽ സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സെയിം ക്യാരക്ടേഴ്സ് ഉള്ള സ്റ്റോക്ക് ഐറ്റത്തിനെ നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്ത് ഒരു ഗ്രൂപ്പായിട്ട് മാറ്റാം. അതിനെയാണ് സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താലുള്ള ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിപ്പോർട്ടിംഗ് പർപ്പസിനൊക്കെ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇപ്പോൾ നേരത്തെ ഒരു ഐറ്റത്തിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതെന്ന് പറയുന്നത് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനകത്തോട്ട് നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺസിൻ്റെ സെപ്പറേറ്റ് റിപ്പോർട്ട് നമുക്ക് എടുത്ത് നോക്കാൻ പറ്റും. അപ്പോൾ റിപ്പോർട്ടിംഗ് പർപ്പസിന് കുറച്ചുകൂടി ഈസി ആക്കുക എന്നുള്ളതാണ് സ്റ്റോക്ക് ഗ്രൂപ്പിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിം ക്യാരക്ടേഴ്സ് ഉള്ള സ്റ്റോക്ക് ഐറ്റത്തിനെയാണ് നമ്മൾ സ്റ്റോക്ക് ഗ്രൂപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് സ്റ്റോക്ക് കാറ്റഗറീസ്. അപ്പോൾ ഈ സ്റ്റോക്ക് കാറ്റഗറി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് റിലേറ്റഡ് ടു സ്റ്റോക്ക് ഗ്രൂപ്പ് തന്നെയാണ്. പക്ഷേ ഈ സ്റ്റോക്ക് കാറ്റഗറി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അക്രോസ് സ്റ്റോക്ക് ഗ്രൂപ്പ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. അതും ഇതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ സ്റ്റോക്ക് ഐറ്റത്തിനെ ക്ലാസിഫൈ ചെയ്യാനാണ് സ്റ്റോക്ക് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുക. അത് നമ്മൾ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. അടുത്തതെന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് മെഷർ. നാലാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാസ്റ്ററാണ് യൂണിറ്റ് ഓഫ് മെഷർ. നമുക്ക് ഇത് സ്റ്റോക്ക് ഗ്രൂപ്പ് സ്റ്റോക്ക് കാറ്റഗറി എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. ഇപ്പം നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചെയ്തു പോകാമെന്നുള്ളതാണ്. അത് ഈ പറഞ്ഞല്ലോ, റിപ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതേസമയം യൂണിറ്റ് ഓഫ് മെഷർ എന്ന് പറയുന്ന മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു മാസ്റ്ററാണ്. യൂണിറ്റ് ഓഫ് മെഷർ പേരിൽ തന്നെയാണല്ലോ യൂണിറ്റ്. അപ്പോൾ നമ്മുടെ സ്റ്റോക്കിൻ്റെ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് യൂണിറ്റ് ഓഫ് മെഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് യൂണിറ്റ് ഓഫ് മെഷർ ഇവിടെ കാണിക്കുന്നുണ്ട്, സിമ്പിൾ യൂണിറ്റ് ആൻഡ് കോമ്പൗണ്ട് യൂണിറ്റ്. സിമ്പിൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരൊറ്റ യൂണിറ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ നമ്പേഴ്സ്, മീറ്റേഴ്സ്, കിലോഗ്രാം, പീസസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട്. ഇനി കോമ്പൗണ്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഉള്ള സിമ്പിൾ യൂണിറ്റ്സിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് മറ്റൊരു യൂണിറ്റാക്കി മാറ്റുന്നു. അതിനെയാണ് കോമ്പൗണ്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 1 ബോക്സ് ഓഫ് 10 നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതായത് 10 നമ്പേഴ്സിനെ ഒരു ബോക്സാക്കി നമുക്കൊരു യൂണിറ്റാക്കി കാണിക്കാം. അതുപോലെ അവേഴ്സ് ഓഫ് 60 മിനിറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ പെയേഴ്സ്, പീസസ്, ഡസൻസ് ഒക്കെ പറയില്ലേ, അതൊക്കെ നമുക്ക് കോമ്പൗണ്ട് യൂണിറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇതൊക്കെ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ലാസ്റ്റ് ആയിട്ട് വരുന്ന ഗോഡൗൺസ് അല്ലെങ്കിൽ ലൊക്കേഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഗോഡൗൺസിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, ഗോഡൗൺസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫിസിക്കലി നമ്മുടെ സ്റ്റോക്ക് എവിടെയാണോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിന് അല്ലെങ്കിൽ ആ ഒരു ഏരിയ പറയുന്ന പേരാണ് ഗോഡൗൺ ഓർ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നും നമുക്കിനി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് 2 രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒന്നുകിൽ ടാലി പ്രൈമിലെ ഗോ ടു ബട്ടൺ യൂസ് ചെയ്യാം. അപ്പോൾ ഗോ ടു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് വരും, കണ്ടോ. അതിൽ ക്രിയേറ്റ് വൗച്ചർ, ക്രിയേറ്റ് മാസ്റ്റർ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന മാസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് മാസ്റ്റർ എടുക്കുക. ഇനി ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത മാസ്റ്റേഴ്സ് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഓൾട്ടറിൽ പോകാം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഗോ ടു ബട്ടൺ പോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എസ്കേപ്പ് ചെയ്ത് തിരിച്ച് ഗേറ്റ് വേ ടാലിയിൽ വരുവാണ്. തിരിച്ച് നമുക്ക് ഗേറ്റ് വേ ടാലിക്കകത്ത് തന്നെ മാസ്റ്റേഴ്സിനകത്ത് ക്രിയേറ്റ് ഓൾട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ പോയാലും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഞാനിവിടെ ഓൾട്ട് ജി യൂസ് ചെയ്ത് ഗോ ടു ബട്ടണിൽ പോവുകയാണ്. ഗോ ടു ബട്ടൺ സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് ക്രിയേറ്റ് മാസ്റ്റർ, ഓൾട്ടർ മാസ്റ്റർ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ടോപ്പിൽ തന്നെ വരുന്നുണ്ടല്ലോ. അതിൽ നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് മാസ്റ്റർ സെലക്ട് ചെയ്യുക. ഇനി ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മാസ്റ്റർ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഓൾട്ടർ മാസ്റ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ക്രിയേറ്റ് മാസ്റ്ററാണ് സെലക്ട് ചെയ്യുന്നത്. ക്രിയേറ്റ് മാസ്റ്റർ എടുക്കുന്നു. അപ്പോൾ മാസ്റ്റേഴ്സിനകത്ത് ലിസ്റ്റ് ഓഫ് മാസ്റ്റേഴ്സാണ് നമുക്ക് ഈ ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ട 5 മാസ്റ്റേഴ്സാണ് അല്ലേ. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൽ ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് ഗ്രൂപ്പാണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റോക്ക് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുകയാണ്. ഇൻവെൻട്രി മാസ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന മാസ്റ്റേഴ്സ് അല്ലേ. അപ്പോൾ ഇൻവെൻട്രി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടാബിനകത്ത് കിടപ്പുണ്ട് സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. സ്റ്റോക്ക് ഗ്രൂപ്പ് ഞാൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു പേര് കൊടുക്കുകയാണ്, മൊബൈൽ ഫോൺസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് പേര് കൊടുക്കുന്നു. അണ്ടർ പ്രൈമറി തന്നെ കൊടുക്കുവാണ്. ദെൻ കൺട്രോൾ കൊടുത്ത് നമുക്കിവിടെ സേവ് ചെയ്യാം. Ctrl+A കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് ഗ്രൂപ്പ് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എക്സാമ്പിളായിട്ട് ഒരു ഒറ്റ ഗ്രൂപ്പേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ തിരിച്ച് എസ്കേപ്പ് ചെയ്തു. അടുത്ത് എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് സ്റ്റോക്ക് കാറ്റഗറിയാണ്. അപ്പോൾ ഞാൻ സ്റ്റോക്ക് കാറ്റഗറി സെലക്ട് ചെയ്യുന്നു. സ്റ്റോക്ക് കാറ്റഗറിയിൽ നെയിം ഫീൽഡിൽ ഞാൻ എക്സാമ്പിളായിട്ട് LG എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് കൊടുക്കുന്നത്. ഒരു LG എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം. അതിനകത്ത് മൊബൈൽ ഫോൺസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതിനകത്ത് സ്റ്റോക്ക്, ഒരു ഫ്ലോയിലാണ് ഞാനത് ചെയ്തു പോകുന്നത്. അപ്പോൾ നെയിം ഫീൽഡിൽ LG കൊടുത്തു. ദെൻ അണ്ടർ പ്രൈമറി തന്നെ കൊടുത്താൽ മതിയാവും. ദെൻ Ctrl+A യൂസ് ചെയ്ത് സേവ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് കാറ്റഗറിയും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് തിരിച്ച് ഈ സ്റ്റോക്ക് ഐറ്റം അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് മെഷർ ഏത് മാസ്റ്ററാണോ ക്രിയേറ്റ് ചെയ്യുന്നത് ഓൾട്ട് ജി യൂസ് ചെയ്ത് നമുക്ക് അവിടെ പോയി തിരിച്ച് മാസ്റ്ററിൽ പോയി ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തിരിച്ച് എസ്കേപ്പ് ചെയ്ത് തന്നെ പോവുകയാണ്. കാരണം തൊട്ട് പ്രീവിയസ് പാത്തിൽ അത് കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഗോ ടു ബട്ടൺ യൂസ് ചെയ്ത് തിരിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ എസ്കേപ്പ് യൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് ഞാനിപ്പോൾ സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, സ്റ്റോക്ക് കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് ഓഫ് മെഷർ ആണ്. യൂണിറ്റ് ഓഫ് മെഷർ ഇവിടെ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. യൂണിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. യൂണിറ്റ് സെലക്ട് ചെയ്തു. യൂണിറ്റിൽ സിമ്പിളിൽ ഞാൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് ഒരു ടൈപ്പ് ചെയ്ത് കാണിക്കുവാണ്. നമ്പേഴ്സ്, അത് സിമ്പിളിൻ്റെ അവിടെ ഷോർട്ടായിട്ട് പേര് കൊടുക്കുക. അപ്പോൾ നമ്പേഴ്സ് NOS എന്ന് പറഞ്ഞ് കൊടുത്തു. ഫോർമുലയിൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുവാണ്. നമ്പേഴ്സ്. ദെൻ Ctrl+A കൊടുത്ത് സേവ് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു സിമ്പിൾ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഒരു കോമ്പൗണ്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ കോമ്പൗണ്ട് യൂണിറ്റ് ഞാനൊരു എക്സാമ്പിളായിട്ട് ചെയ്യാൻ പോകുന്നത് 1 box of 10 numbers, അതായത് 10 നമ്പേഴ്സിൽ വന്ന് 1 ബോക്സ് എന്നുള്ള രീതിയിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബോക്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കൂടെ വേണം. എന്നിട്ട് ഈ 2 യൂണിറ്റിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ കോമ്പൗണ്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ ഒരു സിമ്പിൾ യൂണിറ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ബോക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഫോർമൽ നെയിം കൊടുക്കുവാണ്. ബോക്സസ് എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. Ctrl+A കൊടുത്തു സേവ് ചെയ്തു. അപ്പോൾ ഇനി കോമ്പൗണ്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് സ്പേസ് അടിച്ച് നമ്മുടെ ടൈപ്പ് ഫീൽഡിൽ വരിക. അവിടെ ഇപ്പോൾ നമ്മൾ സിമ്പിൾ മോഡാണല്ലോ, അതിൽ നിന്ന് കോമ്പൗണ്ട് മോഡ് സെലക്ട് ചെയ്ത് കാണിക്കുക. അപ്പോൾ കോമ്പൗണ്ട് മോഡ് സെലക്ട് ചെയ്തു. അതിൽ നിന്ന് ഫസ്റ്റ് യൂണിറ്റ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് ബോക്സ് ആണ്. അപ്പോൾ ബോക്സ് സെലക്ട് ചെയ്തു. കൺവേർഷൻ 10 കൊടുക്കുക. സെക്കൻഡ് യൂണിറ്റ് നമ്പേഴ്സ്. ഓക്കെ, 10 കൊടുത്തു, എസ് കൊടുത്ത് സേവ് ചെയ്തു. അപ്പോൾ നമ്മുടെ യൂണിറ്റ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാം. തിരിച്ച് അതുപോലെ എസ്കേപ്പ് ചെയ്ത് നമ്മുടെ പഴയ ലിസ്റ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇൻവെൻട്രി മാസ്റ്റേഴ്സിനകത്ത് അതിനകത്ത് നിന്ന് ഗോഡൗൺ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഡു യു വോണ്ട് ടു ഓൾട്ടർ മെയിൻ ലൊക്കേഷൻ ഓർ ക്രിയേറ്റ് എ ന്യൂ ഗോഡൗൺ എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് TallyPrime മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഡീഫോൾട്ട് ഗോഡൗൺ അല്ലെങ്കിൽ ലൊക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ മെയിൻ ലൊക്കേഷൻ്റെ പേര് മാറ്റും. അത് ജസ്റ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം. ഇല്ല നമുക്ക് പുതിയൊരു ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്, നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അത് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ ക്രിയേറ്റ് കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ക്രിയേറ്റ് ന്യൂ കൊടുത്തു. ദെൻ ഗോഡൗണിന് ഒരു പേര് കൊടുക്കുവാണ്. അപ്പം ഞാനിവിടെ ഫോർ എക്സാമ്പിളായിട്ട് എറണാകുളം സൗത്ത് എന്ന് പറഞ്ഞ് ഒരു ഗോഡൗണിന് പേര് കൊടുത്തു. Ctrl+A കൊടുത്ത് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ 4 മാസ്റ്റേഴ്സ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ 5th മാസ്റ്റർ എന്ന് പറയുന്നത് സ്റ്റോക്ക് ഐറ്റം. അപ്പോൾ ഈ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4 മാസ്റ്റേഴ്സ് അതിന് മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്കിനി സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാം. തിരിച്ച് എസ്കേപ്പ് ചെയ്തു. ഇൻവെൻട്രി മാസ്റ്റേഴ്സിനകത്ത് സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യാം.
ഞാൻ ജസ്റ്റ് ഇത് നമ്മുടെ എന്താ പറയുക സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് കാറ്റഗറി, യൂണിറ്റ്സ്, ഗോഡൗൺ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ ഒരു ലിസ്റ്റ് ജസ്റ്റ് 2 എക്സാമ്പിൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ നെയിം ഫീൽഡിൽ ഞാനിവിടെ കൊടുക്കുവാണ് LG 30 എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. ഇനി വരുമ്പോൾ അണ്ടർ വരുന്നത് സ്റ്റോക്ക് ഗ്രൂപ്പാണ് ഈ അണ്ടർ എന്ന് പറയുന്ന ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഗ്രൂപ്പ് ഓൾറെഡി നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മൊബൈൽ ഫോൺസ്. ഇനി നമ്മളില്ല ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പുതിയൊരു സ്റ്റോക്ക് ഗ്രൂപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ Alt+C യൂസ് ചെയ്തായിട്ടാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നേരത്തെ മാസ്റ്റർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കില്ലിൽ നിന്നുകൊണ്ട് തന്നെയായാലും നമുക്ക് സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് കാറ്റഗറി ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സെലക്ട് ചെയ്യുവാണ്, മൊബൈൽ ഫോൺസ് സെലക്ട് ചെയ്തു. ഇനി യൂണിറ്റ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യൂണിറ്റ്സ് ഞാനിവിടെ നമുക്ക് ഏതാണോ നമ്മുടെ റിക്വയർഡ് യൂണിറ്റ് അത് കാണിക്കുക. അപ്പം ഞാനിവിടെ നമ്പേഴ്സാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്പേഴ്സ് കൊടുത്തു. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കാറ്റഗറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് F12 കോൺഫിഗറേഷൻ പ്രസ് ചെയ്യാം. അപ്പോൾ സ്റ്റോക്ക് കാറ്റഗറി നമുക്ക് ബൈ ഡിഫോൾട്ട് ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ട് F12 കോൺഫിഗറേഷൻ പ്രസ് ചെയ്യാം. ഞാനിവിടെ F12 എടുത്തു. അപ്പോൾ അത് പുതുതായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് ഗ്രൂപ്പ് ഫോർ സ്റ്റോക്ക് ഐറ്റംസ് ഈ ഒരു ഓപ്ഷനേ അവൈലബിൾ ആയിട്ടുള്ളൂ. സ്റ്റോക്ക് കാറ്റഗറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കോൺഫിഗറേഷനിൽ കാണുന്നില്ല. അത് കൊണ്ടുവരാനായിട്ട് ഷോ മോർ കോൺഫിഗറേഷൻസ് ഇപ്പം നോയാണ്, അത് എസ് ആക്കി കാണിക്കുക. ഇതാകുമ്പോൾ കുറച്ചുകൂടെ കോൺഫിഗറേഷൻ നമുക്കതിൽ വരും. അപ്പോൾ അതിനകത്ത് ഇൻവെൻറ്ററി ഡീറ്റെയിൽസിനകത്ത് യൂസ് സ്റ്റോക്ക് കാറ്റഗറി ഫോർ സ്റ്റോക്ക് ഐറ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് എസ് ആക്കി കാണിക്കുക. എസ് ആക്കിയിട്ട് ദെൻ കൺട്രോൾ കൊടുത്ത് സേവ് ചെയ്യുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഞാനത് എൻ്റർ ചെയ്ത് സ്റ്റോക്ക് കാറ്റഗറിയിൽ വന്നു. അപ്പോൾ കാറ്റഗറി ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് LG. അപ്പോൾ ഈ പറഞ്ഞ പോലെ കാറ്റഗറി ആയിക്കോട്ടെ, ഇല്ല ഗ്രൂപ്പ് ആയിക്കോട്ടെ, യൂണിറ്റ്സ് ആയിക്കോട്ടെ, ഏത് തന്നെ ആയാലും നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കാണിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കാറ്റഗറി LG സെലക്ട് ചെയ്തു. അതുപോലെ നമ്പേഴ്സ് ഓൾറെഡി സെലക്റ്റഡ് ആണ്, എൻ്റർ ചെയ്യുന്നു. എൻ്റെ ആ ബിൽ ഓഫ് മെറ്റീരിയലൊന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, അതൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിലെല്ലാം പഠിക്കുന്നതാണ്. എൻ്റർ ചെയ്യുക. ഇനി ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിലും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ കൊടുക്കുക. അപ്പം ഞാനത് ക്വാണ്ടിറ്റി കാണിക്കുവാണ്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത്ര സാധനം ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുവാണ്. അപ്പോൾ ഞാനൊരു 100 ക്വാണ്ടിറ്റി കാണിച്ചു. 100 ക്വാണ്ടിറ്റി കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഗോഡൗൺ ചോദിക്കുന്നുണ്ട്, ഗോഡൗൺ. അപ്പോൾ ഗോഡൗൺ നമുക്ക് ഏതാണ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗോഡൗൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ ഗോഡൗൺ എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് Alt+C കൊടുത്ത് നമുക്ക് ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ സെലക്ട് ചെയ്യുകയാണ്, ഗോഡൗൺ കൊടുത്തു. ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുന്നു. റേറ്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് റേറ്റ് കൊടുക്കുവാണ്. അപ്പോൾ ഈ റേറ്റ് എന്ന് പറയുന്ന യൂണിറ്റ് പ്രൈസ് ആണ്. ഒരു LG V30 എന്ന് പറയുന്ന മൊബൈൽ ഫോണിൻ്റെ റേറ്റ് ആണ്, യൂണിറ്റ് പ്രൈസ് ആണ് ഈ കാണിക്കുന്നത്, ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ്. ദെൻ എമൗണ്ട് ഫീൽഡിൽ ഓട്ടോമാറ്റിക്കലി ടോട്ടൽ പ്രൈസ് നമുക്ക് അവൈലബിൾ ആകും. ഓക്കെ, എൻ്റർ ചെയ്യുന്നു. ദെൻ അക്സെപ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ കൺട്രോൾ കൊടുത്ത് സേവ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ സ്റ്റോക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലായില്ലേ. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡിസ്പ്ലേയിൽ വന്നത്. അപ്പോൾ അതും കൂടെ എന്തായാലും ക്രിയേറ്റ് ചെയ്തേക്കാം. LED 40 ഇഞ്ച് TV ആണ്. അപ്പോൾ TV വരുമ്പോൾ ആക്ച്വലി ഗ്രൂപ്പ് ഞാൻ ഒരു പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിവിടെ നിന്നുകൊണ്ട് ഞാനൊരു Alt+C കൊടുത്ത് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുവാണ്. Alt+C കൊടുക്കുന്നു. അപ്പോൾ സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേഷൻ എന്ന് പറയുന്ന ഫീൽഡിലോട്ടാണ് പോയിട്ടുള്ളത്, സ്ക്രീനിലോട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഞാൻ ടെലിവിഷൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. Alt+C അതൊരു ഷോർട്ട് കട്ടാണ്. അങ്ങനെ ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കാറ്റഗറി LG തന്നെയാണ്. അപ്പോൾ ഞാൻ LG ഇല്ല, നിങ്ങൾക്ക് പുതിയ കാറ്റഗറി ആണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ LG തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ യൂണിറ്റ്സ് ഞാൻ നമ്പേഴ്സ് തന്നെ കൊടുക്കുവാണ്. ഓക്കെ, ദെൻ ക്വാണ്ടിറ്റി ഞാൻ കാണിച്ചു. ക്വാണ്ടിറ്റി കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ ഗോഡൗൺ വരും. ഗോഡൗൺ ഞാൻ സെയിം ഗോഡൗൺ തന്നെ കൊടുക്കുവാണ്. ഓക്കെ, ക്വാണ്ടിറ്റി ദെൻ റേറ്റ് കൊടുക്കാം. ഒരു 50,000 കൊടുത്തു. എൻ്റർ. ഓക്കെ, എമൗണ്ട് ഫില്ല് ഓട്ടോമാറ്റിക്കലി ടോട്ടൽ എമൗണ്ട് വന്നിട്ടുണ്ട്. ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ സ്റ്റോക്ക് ക്രിയേറ്റ്. അപ്പോൾ നമ്മുടെ 5 മാസ്റ്റേഴ്സും, ഇപ്പോൾ ഈ 5 മാസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇൻവെൻറ്ററി ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുക. ഈ ബാക്കിയുള്ള ഇൻവെൻറ്ററി ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമ്മളിനി അങ്ങോട്ട് പഠിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഈ ചെയ്തതൊക്കെ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഗോ ടൂവിൽ പോവുക, തിരിച്ച് ഓൾട്ടർ മാസ്റ്റർ എടുക്കുക.
ഓൾട്ടർനേറ്റ് മാസ്റ്ററിനകത്ത് ഏതാണോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അനുസരിച്ച് എഡിറ്റ് ചെയ്യും. ഇപ്പോൾ സ്റ്റോക്ക് ഐറ്റം എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഏത് സ്റ്റോക്കാണോ എഡിറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ ലിസ്റ്റിൽ വന്നോണ്ടോ നമുക്ക് 2 സ്റ്റോക്ക് അവിടെ അവൈലബിൾ ആണ്. സെലക്ട് ചെയ്യുക. നമുക്ക് ഇതിൽ എന്താണോ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ സ്റ്റോക്ക് ഐറ്റം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോക്ക് ഐറ്റം ഓൾട്രേഷൻ സ്ക്രീൻ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് Alt+D എന്ന് പറയുന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്താൽ മതി. Alt+D കണ്ടോ, ഡിലീറ്റ് എസ് ഓർ നോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. എസ് കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി. ഞാനതിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് എങ്ങനെയാണ്. അപ്പോൾ ഏതൊരു മാസ്റ്റർ ആയാലും നിങ്ങൾക്ക് ആ ഒരു മാസ്റ്റർ ഓപ്പൺ ചെയ്യുക, ഡിലീറ്റ് ചെയ്യാൻ Alt+D കൊടുത്ത് സേവ് ചെയ്താൽ മതി. ആ മാസ്റ്റർ ഡിലീറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എക്സസൈസിലോട്ട് പോകാം. എക്സസൈസിൽ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിന് കമ്പനി ക്രിയേഷൻ പഠിപ്പിച്ചപ്പോൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കമ്പനി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആദ്യം സ്റ്റോക്ക് ഗ്രൂപ്പ്, ഇവിടെ 2 സ്റ്റോക്ക് ഗ്രൂപ്പ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് തന്നെയാണ് അവിടെയും ചെയ്തത് അല്ലേ. മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് സ്റ്റോക്ക് കാറ്റഗറി, 2 കാറ്റഗറി നമ്മൾ ചെയ്തപ്പോൾ ഒരു കാറ്റഗറിയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ 2 കാറ്റഗറി പറയുന്നുണ്ട്. സാംസങ്, LG എന്ന് പറയുന്ന 2 കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് മെഷർ, അപ്പോൾ ഇവിടെ 2 സിമ്പിൾ യൂണിറ്റ് ഓഫ് മെഷറും ഒരു കോമ്പൗണ്ട് യൂണിറ്റ് ഓഫ് മെഷറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് ഗോഡൗൺസ്, ഇവിടെ 4 ഗോഡൗൺസ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതും ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന സ്റ്റോക്ക് ഐറ്റംസും ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്